സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവേഗ റെയിൽ സർവീസ് വേണം എന്നത് അത്യാവശ്യമാണ്. കാരണം ഈ എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം അതിവേഗം വളരുന്ന ഒരു നഗരമായി മാറുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിന്റെ നഗരമേഖല എന്ന് പറയുന്നത് 53-54% പോലും കേരളത്തിലെ ഗ്രാമങ്ങൾ പോലും നഗരങ്ങളായി മാറുകയാണ്. ഏതാണ്ട് 82% കേരളം നഗരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ജനസാന്ദ്രത കൂടുതലാണ്, അപ്പോൾ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ അതിവേഗം ജനങ്ങൾക്ക് അവരുടെ ഡെസ്റ്റിനേഷനുകളിൽ എത്താൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാണ്, കേരളത്തിന്റെ വികസനത്തിന് ഗുണമാണ്, കേരളത്തിന്റെ സർവീസ് സെക്ടറിന് ഗുണമാണ്, എല്ലാ മേഖലയ്ക്കും ഗുണമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ തന്നെ വരികയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു അതിവേഗ പാത വേണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒരു എതിരഭിപ്രായമില്ല. പക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതായത് സംസ്ഥാന സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ, അതും മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശ്രീധരൻ, ലോകത്തെ തന്നെ ഏറ്റവും സവിശേഷതകളുള്ള വലിയ ടെക്നോക്രാറ്റ്, എഞ്ചിനീയറിംഗ് മികവുള്ള ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രപ്പോസലാണ്. അപ്പോൾ ആ പ്രപ്പോസൽ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഈ ശ്രീധരൻ ഇതുപോലെയൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ആ പദ്ധതിയുമായി അധികം കേരളം മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ ഇന്ന് ഈ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തി എന്താണ് പറഞ്ഞത്? ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി തന്നു. ഫെബ്രുവരി 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസ് തുറക്കുകയാണ് DPR തയ്യാറാക്കാനായി. അപ്പോ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന് അറിയില്ല. അതറിയാതെ തന്നെ ഇത് കേന്ദ്ര വിഷയമാണ്, റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയമാണ്, കേന്ദ്രത്തിന് വേണമെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്താം. പക്ഷെ എങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണ്ടേ? സംസ്ഥാന സർക്കാർ ആ പദ്ധതി വിഹിതം വഹിക്കേണ്ടി വരില്ലേ? കാരണം ഇപ്പോൾ ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ മുഴുവൻ ഫണ്ട് കൊടുത്തല്ല നടപ്പാക്കുന്നത്. എല്ലാ പദ്ധതിയും 60-40 അനുപാതത്തിലാണ്. 40% സംസ്ഥാനം കൊടുക്കണം, 60% കേന്ദ്രം നൽകും. അങ്ങനെയാണ് ഈ എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെയോ സംസ്ഥാന സർക്കാരിന്റെ സമ്മതമില്ലാതെയോ ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ അറിവില്ലാതെ ഈ ശ്രീധരൻ ഏകപക്ഷീയമായി കേരളത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക, DPR തയ്യാറാക്കുക?